എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല ഈരാറ്റുപേട്ട റൂട്ടിൽ ഭരണങ്ങാനം, ഇടപ്പാടി എന്നീ ടൗണുകൾക്ക് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന 27.5 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കേരള സ്റ്റൈൽ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കുറഞ്ഞ വിലയ്ക്കാണ് ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുന്നത്. 27.5 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ചോദിക്കുന്ന വില 75 ലക്ഷം രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ടാറിംഗ് റോഡിൻ്റെ സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് വീടിൻ്റെ മുൻവശത്തു കൂടി വരുന്ന ടാറിംഗ് റോഡ്. ഇതാണ് വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത്. 27.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കൃഷിസ്ഥലങ്ങളാണ്. അതിൽ പ്ലാവ്, തെങ്ങ്, റംബുട്ടാൻ മുതലായവയെല്ലാം, കപ്പ, വാഴ തുടങ്ങിയ എല്ലാ കൃഷികളും ഇതിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വറ്റാത്തൊരു കിണറുണ്ട്. ഇതുകൂടാതെ ബോർവെല്ല്, പൈപ്പ് കണക്ഷൻ മുതലായ എല്ലാ സൗകര്യങ്ങളും ജലലഭ്യതയ്ക്കായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ്. ഭരണങ്ങാനം ടൗണും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇതാണ് വീടിൻ്റെ ഒരു മുൻവശത്തെ ദൃശ്യം. റംബുട്ടാനോ ഒരു തെങ്ങൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഇവിടെ ഒരു മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ച് നമുക്കിവിടെ കാണാം. 2-3 വാഹനങ്ങളൊക്കെ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ളൊരു മുറ്റം ഈ വീടിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും അങ്ങേയറ്റം ആ മതിൽ കാണുന്നിടം വരെ നമ്മുടെ സ്ഥലമാണ്. ആ തെങ്ങൊക്കെ നിൽക്കുന്നതെല്ലാം നമ്മുടെ ഈ വസ്തുവിൽപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മുടെ ഈ വീടിൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ്. ഈ കിണർ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങേയറ്റം എല്ലാം കരിങ്കല്ല് കെട്ടി തിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പില്ലർ കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് പണിതേക്കുന്നതാണ്. ഇനി 4 ബെഡ്റൂമൊക്കെ വേണ്ടവർക്ക് പണിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. വീടിൻ്റെ മുകൾ വശം പൂർണ്ണമായിട്ട് റൂഫ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് റൂഫ് ഏരിയ വരുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണിത്. എല്ലാ വശത്തും ധാരാളം സ്ഥലങ്ങളുണ്ട്. ഈ മുറ്റത്താണെങ്കിലും ഇനിയും കൃഷിയൊക്കെ ചെയ്യണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൗകര്യവും കൂടി ഉണ്ട്. ഇതൊരു സ്വന്തം ആവശ്യത്തിന് പണിയിപ്പിച്ച വീടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജനൽപ്പാളികൾ, കതകുകൾ എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ തടിയിലാണ്. ഇതാണ് നമ്മുടെ ഒരു ബോർവെൽ ചെയ്തിരിക്കുന്നത്. റംബുട്ടാനൊക്കെ കായ്ക്കാൻ തുടങ്ങിയതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ദൃശ്യം. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ പില്ലറുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അതിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തലയെടുപ്പുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമ്മളിവിടെ കാണുന്നത്. സിറ്റ് ഔട്ടിലാണെങ്കിലും ഫാന്, LED ലൈറ്റുകൾ മുതലായവയെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനിലുള്ള പുതിയ മോഡലിലുള്ളൊരു കതകാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലുകളൊക്കെ ആണെങ്കിലും നല്ല വില കൂടിയ ഡോർ ഹാൻഡിലുകളൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ വരുന്നത്. ലിവിങ് ഹാളിലൊക്കെ ജിപ്സം വർക്കുകൾ, LED ലൈറ്റുകൾ മുതലായവയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലൈൻഡ് കർട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒരു TV യൂണിറ്റ് എല്ലാം വന്നിരിക്കുന്നത്. ഇതെല്ലാം തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ടീഷൻ വർക്കുകളെല്ലാം തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ വരുന്നത്. അങ്ങേയറ്റത്ത് വേണമെന്നുണ്ടെങ്കിൽ TVക്കുള്ളൊരു പോയിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമുകൾ വരുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും. 1700 സ്ക്വയർ ഫീറ്റിലായതുകൊണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ റൂമുകളും. അതോടൊപ്പം തന്നെ LED ലൈറ്റുകൾ, ഫാന്, AC യുടെ പോയിൻറ്റുകൾ മുതലായവയെല്ലാം എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട്.
ടൈലുകളൊക്കെ അപ്പോക്സി ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് വന്നിരിക്കുന്നത്. സെറാഡ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ എല്ലാ ഡോറുകളെല്ലാം തടിയിലുള്ളതാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും വലിപ്പമുള്ള ബെഡ്റൂമാണ്. ബ്ലൈൻഡ് കർട്ടൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറുമായിട്ട് വന്നാൽ നേരത്തെ കയറി താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. നല്ല ഡിസൈനിലുള്ള ടൈലുകൾ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ല ഉയരത്തിൽ തന്നെ ടൈലുകളൊക്കെ ഒട്ടിച്ചിരിക്കുന്നു. എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് കമ്പനിയായ സെറാഡ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു അലമാര കൊടുക്കാവുന്നതാണ്. അതിനുള്ളൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. ഇനിയൊരു 4 ബെഡ്റൂമിൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. 27.5 സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടെ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപ മാത്രമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അലമാര കൊടുക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. അപ്പോൾ ഈ വീട് സ്ഥലവും കാണാൻ ആഗ്രഹിക്കുന്നവർ അല്ലെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ച് ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് നൽകുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറുകളൊക്കെ ആണെങ്കിലും തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം അല്പം ഉള്ളിലേക്ക് മാറിയിട്ട് ഒരു വാഷ് ഏരിയയായി കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത്. വുഡ് ഫിനിഷിലുള്ള ടൈലാണ് ഇതിലിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഒരു പോയിൻ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളെല്ലാം വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. ഇലക്ട്രിക് ചിമ്മിനി വയ്ക്കുന്നതിനുള്ള ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. പവർ പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് ഇവിടെയായിട്ടൊരു വിറകടുപ്പിനുള്ളൊരു ഭാഗവും കൂടി ചെയ്തിട്ടുണ്ട്. അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വിറകടുപ്പ് കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. പാല ഈരാറ്റുപേട്ട റൂട്ടിൽ ഭരണങ്ങാനം, എടപ്പാടി എന്നീ ടൗണുകൾക്ക് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട്. യാതൊരുവിധ പ്രളയ ഭീഷണികളും ബാധിക്കാത്തൊരു മേഖലയാണ്. നല്ലൊരു മേഖലയിൽ യാതൊരുവിധ വെള്ളത്തിനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു മേഖലയിൽ നല്ല ടാറിംഗ് റോഡ് സൈഡിൽ അല്പം കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാം എന്നാഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വസ്തുവാണിത്. നല്ല കേരള സ്റ്റൈലിൽ നല്ല തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ വീടിന് സ്ഥലത്തിനും കൂടി ചോദിക്കുന്നതിൽ 75 ലക്ഷം രൂപ താല്പര്യമുള്ളവർ വിൽക്കുക. ബൈ.